പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അബി നവ്യയോട് പറയുവാണ്, ഇനിയിപ്പം ആ കൊച്ച് എൻ്റെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആദർശ് ശ്രമിക്കുമായിരിക്കും. കാരണം അവൻ ആ ഒരു കൊച്ചിൻ്റെ പേരിൽ ഈ സമൂഹത്തിൽ അത്രത്തോളം താന്നുപോയി. അതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി അത് എൻ്റെ തലയിലാകാൻ സാധ്യതയുണ്ടെന്നൊക്കെ നേരത്തെ നവ്യ പറഞ്ഞ് പിടിപ്പിക്കുവാണ്. അതുപോലെ മുത്തച്ഛനും മുത്തശ്ശിയും ദേവയാനിയും ജാനകിയും ഒക്കെ ഉണ്ട്. അന്നേരം അവിടെ നിന്ന് ദേവയാനി പറയുവാണ്, ഇപ്പോഴും അനിയുടെ മനസ്സിൽ നന്ദു തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അവൻ ആ പെൺകുച്ചിനെ മറക്കാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ആദ്യമായിട്ട് പ്രേമിച്ച പെൺകുട്ടിയല്ലേ, മറക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പം ജാനകി പറയുവാണ്, മറന്നേ പറ്റുള്ളൂ. രണ്ടുപേര് ഇങ്ങോട്ട് വന്നതാണ് ആ വീട്ടിൽ നിന്ന്, അതിൻ്റെ കൂടെ മൂന്നാമതൊരാളൂടെ പാടില്ല, എനിക്കത് ഇഷ്ടമല്ല എന്ന് തന്നെ ജാനകി പറയുന്നു. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നവീൻ അനിയെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അനി ഇങ്ങനെ മനസ്സിലോർക്കുക, എപ്പോഴും ഒരു കാര്യം പറഞ്ഞ് ഇങ്ങനെ വിളിക്കുക, ഇവന് നാണമില്ലേ, ദേഷ്യം വരുന്നുണ്ട് എനിക്ക്, എൻ്റെ പെണ്ണിന് ഇനിയിപ്പം ഞാൻ അവന് കെട്ടിച്ചു കൊടുക്കണമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ നന്ദുവിൻ്റെ അടുത്തേക്ക് വരുന്ന നവീനെയും കാണിക്കുന്നുണ്ട്. ഇനി നേരിട്ട് പറയുമോ എന്നറിയില്ല. ഇതൊക്കെയായിരുന്നു പ്രൊമോ.